ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോണത് വൈറലായിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് ആണേ. അപ്പോൾ അതിനായിട്ടുള്ള എഗ്ഗ് ഞാനിവിടെ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എഗ്ഗ് പുഴുങ്ങാനായിട്ട് വയ്ക്കാം. ഞാൻ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മുട്ടയെല്ലാം വെന്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തൊലിയെല്ലാം പൊളിച്ച് ക്ലീൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ 4 മുട്ടയും ഇവിടെ പുഴുങ്ങി തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേണ്ടത് എല്ലാം വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ എല്ലാ മുട്ടയും ഞാനിതെല്ലാം അരിഞ്ഞെടുത്തിട്ട് വരട്ടെ. അപ്പോൾ എല്ലാം ഞാനിവിടെ സർക്കിൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 മുട്ടയും ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു സോസ് റെഡിയാക്കാനാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാട്ടോ. ആവശ്യത്തിന് ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ചേർക്കുന്നത് ഒറിഗാനോ കേട്ടോ. അപ്പോൾ ഒറിഗാനോയും കൂടി ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് മൊത്തത്തിൽ മിക്സ് ആവുന്ന വരെ നന്നായിട്ട് ഇളക്കി ഇനി അത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഞാനിതിലേക്ക് ബ്രെഡും കൂടെ വെച്ച് കൊടുക്കണം. അപ്പോൾ ബട്ടർ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബ്രെഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ആ സ്പ്രെഡ് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ആ സ്പ്രെഡ് തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നത് ചീസാട്ടോ. ചീസ് വെച്ചതിന് ശേഷം സർക്കിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട 4 പീസ് അത് ഞാൻ വെച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് ഇടുന്നത് ചില്ലി ഫ്ലേക്സ് ആണേ. അപ്പോൾ ഞാൻ ചില്ലി ഫ്ലേക്സും അതിൻ്റെ പൊക്കത്തേക്ക് കുറച്ച് ഒറിഗാനോവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ കുറച്ച് മസാല ചീസും കൂടി ഇട്ട് കൊടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവേ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മൂടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഒരു 1 സൈഡ് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഇങ്ങനെയായി വന്ന് ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് ആ ഒരു സൈഡും കൂടെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അധികം കരിയാത്ത രീതിയിൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ശേഷം ഇനി അതൊന്നുകൂടെ തിരിച്ച് ആ ഒരു സൈഡും ജസ്റ്റ് ഒന്ന് കുക്കായാൽ മാത്രം മതി. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.